ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം മെയ് 10. കൊത്തിവെച്ച ദുഃഖം. അയ്യോ, എൻ്റെ വാക്കുകളൊന്ന് എഴുതിയെങ്കിൽ, ഒരു പുസ്തകത്തിൽ കുറിച്ചു വെച്ചെങ്കിൽ കൊള്ളായിരുന്നു. അവയെ ഇരുമ്പാണിയും ഈയവും കൊണ്ട് പാറയിൽ സദാകാലത്തേക്ക് കൊത്തിവെച്ചെങ്കിൽ കൊള്ളായിരുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 19 അധ്യായം 23-24 വാക്യങ്ങൾ. അപൂർവവും ഭേദപ്പെടുത്താനാവാത്തതുമായ ഒരു മസ്തിഷ്ക അർബുദം തനിക്കുണ്ടെന്ന രോഗനിർണയം ലഭിച്ച ശേഷം കരോളിൻ ഒരു അതുല്യ സേവനം നൽകുന്നതിലൂടെ പുതുക്കിയ പ്രതീക്ഷയും ലക്ഷ്യവും കണ്ടെത്തി. ഗുരുതരാവസ്ഥയിലുള്ള കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും സന്നദ്ധ ഫോട്ടോഗ്രാഫി സേവനങ്ങൾ. ഈ സേവനത്തിലൂടെ കുടുംബങ്ങൾക്ക് അവരുടെ കുട്ടികളുമായി പങ്കുവച്ച അമൂല്യ നിമിഷങ്ങൾ പകർത്തുവാൻ കഴിഞ്ഞു. ദുഃഖത്തിൻ്റെ നിമിഷങ്ങളും ആ നിരാശാജനകമായ സ്ഥലങ്ങളിലില്ലെന്ന് നമ്മൾ കരുതുന്ന കൃപയുടെയും സൗന്ദര്യത്തിൻ്റെയും നിമിഷങ്ങൾ അവൾ നിരീക്ഷിച്ചു. സങ്കല്പിക്കാനാവുന്ന ഏറ്റവും പ്രയാസകരമായ നിമിഷങ്ങളിൽ പോലും ആ കുടുംബങ്ങൾ എല്ലാത്തിനുമുപരി സ്നേഹിക്കുന്നത് തിരഞ്ഞെടുത്തു. ദുഃഖത്തിൻ്റെ സത്യം പകർത്തുന്നതിൽ പറഞ്ഞറിയിക്കാനാവാത്ത ശക്തമായ എന്തോ ഉണ്ട്. ദുഃഖത്തിൻ്റെ വിനാശകരമായ യാഥാർത്ഥ്യവും അതിൻ്റെ നടുവിൽ നാം അനുഭവിക്കുന്ന പ്രത്യാശയുടെ സൗന്ദര്യവും. ഇയ്യോബിൻ്റെ പുസ്തകത്തിൻ്റെ ഭൂരിഭാഗവും ദുഃഖത്തിൻ്റെ ഫോട്ടോ പോലെയാണ്. തന്നെ എല്ലാ വിധത്തിലും തകർത്തു കളഞ്ഞ വിനാശത്തിലൂടെയുള്ള ഇയ്യോബിൻ്റെ യാത്ര നേരിട്ട് അത് കാണിച്ചു തരുന്നു. നിരവധി ദിവസങ്ങൾ ഇയ്യോബിനൊപ്പം ഇരുന്നതിന് ശേഷം ഇയ്യോബിൻ്റെ സുഹൃത്തുക്കൾക്ക് അവൻ്റെ ദുഃഖം മടുത്തു. അതിൻ്റെ വേദനയെ അവർ ചെറുതാക്കി കാണുകയോ അത് ദൈവത്തിൻ്റെ ഒരു ന്യായവിധിയായി പരിഗണിക്കുകയോ ചെയ്തു. എന്നാൽ ഇയ്യോബിന് അതൊന്നും വിഷമമായിരുന്നില്ല. താനിപ്പോൾ കടന്നു പോകുന്ന കാഠിന്യമേറിയ വേദനയുടെ സാക്ഷ്യം പാറയിൽ സദാകാലത്തേക്ക് കൊത്തിവെക്കപ്പെടുവാൻ അവൻ ആഗ്രഹിച്ചു. ഇയ്യോബിൻ്റെ പുസ്തകത്തിലൂടെ നമുക്കത് വായിച്ചെടുക്കുവാൻ അത് കൊത്തിവെച്ചിരിക്കുന്നു. നമ്മുടെ ദുഃഖത്തിൻ്റെ വേളകളിൽ നമ്മുടെ ജീവനുള്ള ദൈവത്തെ ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി നമ്മുടെ വേദനയിൽ നമ്മെ കാണുന്ന ദൈവം മരണത്തിലൂടെ പുനരുത്ഥാന ജീവിതത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു. ചിന്തിക്കുക, വേദനയെ ഒഴിവാക്കുന്നതിനു പകരം അതിനെ സത്യസന്ധമായി അഭിമുഖീകരിക്കുന്നത് വഴി എങ്ങനെയാണത് സമ്പൂർണ്ണ സൗഖ്യത്തെ കൊണ്ടുവരുന്നത്? എപ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ വലിയ സങ്കടത്തിൽ അപ്രതീക്ഷിത കൃപയും സൗന്ദര്യവും അനുഭവിച്ചത്? ദൈവത്തിനു മഹത്വം.